കൂട്ടുകാരെ, നമ്മൾ ഇന്നുള്ളത് സൺഡേ ബസാറിലാണ്. ഷോർ മാർക്കറ്റ് എന്ന് വിളിപ്പേരുള്ള ബാംഗ്ലൂരിലെ സൺഡേ മാർക്കറ്റ്. ഇത് ചിക്പേട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് സൺഡേ ബസാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളാണ് നിങ്ങളിലേക്ക് കാണിക്കാൻ ശ്രമിക്കുന്നത്. നല്ല തിരക്കാണ്. ആ സമയത്ത് പീക്ക് ടൈമിലാണ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ 2 സൈഡിലും കണ്ട കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഒരു വീട്ടിലേക്ക് വേണ്ട സകലമാന സാധനങ്ങൾ നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസിൽ ഇവിടെ കിട്ടും. ഈ കാണുന്നതൊക്കെ പാത്രങ്ങളാണ്. ഇതെല്ലാം ഇവിടുത്തെ ചെറുകിട ഫാക്ടറികളിൽ നിർമ്മിച്ച് ഇവിടെ തന്നെ സെയിൽ ചെയ്യുന്നതാണ്. ചോർ ബസാറിൽ സെയിൽ ചെയ്യുന്നതാണ്. ഇതെല്ലാം പുതിയ ബ്രാൻഡ് ന്യൂ ഐറ്റംസ് തന്നെയാണ് കേട്ടോ. ഒരു സ്ക്രാച്ചോ ഒന്നുമില്ല. നമ്മുടെ വീടുകളിലെ ആവശ്യങ്ങളിലൊക്കെ ഉപയോഗിക്കാം. 200 രൂപയ്ക്ക് മുകളിൽ തുടങ്ങുകയാണ്. പിന്നെ നമുക്ക് വിലപേശി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം മേടിക്കാൻ പറ്റും. ഒരുപാട് ഐറ്റംസ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ പൈസ കുറച്ച് കിട്ടും. ബാഗ്, തുണിത്തരങ്ങൾ എല്ലാം ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു കടയാണ്. ആ ചെറിയ കടയിൽ വിൽക്കുന്നത് സോളാർ ഐറ്റംസ് ആണ്. അവിടെ ഒരു സോളാർ ഉണ്ട്. പിന്നെ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈവ് ഡെമോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു പ്രായമുള്ള ഒരാൾ ഒരു സോളാർ മേടിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പുള്ളി ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവരുടെ ഗ്രാമത്തിൽ ഈ കറണ്ടിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് പുള്ളി ഒരു സോളാർ മേടിക്കുകയാണ്. അപ്പോൾ അയാൾ ഒരു ബൾബ് അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് ബൾബ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഡെമോ കാണിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ പ്രൈസ് 500 രൂപയ്ക്കാണ് പുള്ളി കൊടുക്കാൻ നിൽക്കുന്നത്. അവരത് മേടിച്ചെന്നുള്ളതാണ്. ഞാൻ പോകുമ്പോൾ അവരത് മേടിച്ചുകൊണ്ട് പോവുമായിരുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ ചോർ ബസാറിൽ സുലഭമാണ്. ഒരുപാട് കടകൾ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ടെസ്റ്റ് ചെയ്ത സാധനമാണ് അവർ നമുക്ക് അവിടെ തരുന്നതെന്നുള്ളതാണ്. നോക്കി, പല സൈസിലുള്ള സോളാറിൻ്റെ എക്യുപ്മെൻറ്റ്സ്. കടകളെല്ലാം അടുത്തടുത്താണ്. ഒരു കടയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന അടുത്ത കടയിലോട്ടാണ്. ഇത് കാണുന്നുണ്ടോ? ഇതൊരു ബാത്റൂമിൻ്റെ ഫ്ലഷ് ആണ്. പണ്ട് വീടൊക്കെ പൊളിച്ചപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ഒക്കെ ആണെന്ന് തോന്നുന്നു. എന്തായാലും ജിമ്മിൻ്റെ ഡംബൽസ്, ഫ്ലോർ മാറ്റ്, പിന്നെ ഈ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം വിൽക്കുന്ന ഒരു കടയിലാണ് ഞാൻ ചെന്നത്. എല്ലാ ഐറ്റംസ് ഉണ്ടെന്നാണ്. പരസ്പര ബന്ധമില്ലാത്ത പല സാധനങ്ങൾ. അതുകൊണ്ട് ഒരു മിക്സിയുടെ ജാറ്, ഓക്കെ, ഇതൊക്കെ നമ്മൾ തോന്നിപ്പോയി ഇതെങ്ങനെ ഒരു കടയിൽ ഇതെല്ലാം വിൽക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ആഴ്ചയിലും ഇവരിങ്ങനെ വരും. ഇത് നിങ്ങൾ കാണുന്നുണ്ട്, കത്രികയാണ്. ഈ കത്രികയുടെ ഇത്രയും കത്രിക എന്തിനാണെന്ന് അറിയത്തില്ല. പക്ഷെ അതുപോലെ കണ്ടീഷനും അല്ല. പക്ഷെ ആൾക്കാർ അത് മേടിച്ചുകൊണ്ട് പോകുന്നുള്ളതാണ്. നമുക്കറിയാത്ത പർപ്പസുകളുണ്ടാവാം. ഇതൊരു വീൽ ചെയർ, അത് സെയിൽ ചെയ്യാൻ വെച്ചേക്കുകയാണ്. സ്വിച്ച് ബോർഡുകൾ, എന്തൊക്കെ കാഴ്ചകളാണെന്ന് അറിയാം നമുക്ക് ഈ ചോർ ബസാറിൽ കാണാനുള്ളത്. ഇതെല്ലാം യൂസ്ഡ് ഐറ്റംസ് ആണ്. സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ഉണ്ടാവും. നമ്മൾ നോക്കി മേടിക്കുക എന്നുള്ളതാണ്. പിന്നെ കാണുന്നുണ്ട് ഒരു ബോഷിൻ്റെ ഒരു കട്ടിംഗ് പ്ലെയർ ആണ്. അലുമിനിയം ഫാബ്രിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ബോക്സ് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ 800, 900, 1000 രൂപ വരെയുള്ള സാധനങ്ങളാണ്. എല്ലാം സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആണ്. അവരത് റിപ്പയർ ചെയ്ത് സർവീസൊക്കെ ചെയ്ത് വെച്ചേക്കുകയാണ്. ഇതേപ്പറ്റി അറിയാവുന്നവർ ഇവിടെ വന്ന് നോക്കി മനസ്സിലാക്കി മേടിക്കുകയാണെങ്കിൽ അവർക്ക് ലാഭമായിരിക്കും. ഓക്കെ, നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ കടയിൽ നിന്ന് വില പേശാൻ നിൽക്കരുത്. വേണമെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് വില പേശി ആ പൈസയ്ക്ക് അവർ നമുക്ക് സാധനം തരും. എല്ലാ വെറൈറ്റി ഐറ്റംസ്. പിന്നെ തുണിത്തരങ്ങൾ 300 രൂപ, 200 രൂപയൊക്കെയാണ് ഐറ്റംസിന്. ഇഷ്ടമുള്ള സാധനം തിരഞ്ഞെടുക്കുക. പിന്നെ കണ്ടത് ഒരു ചെരുപ്പ് കടയാണ്. ഒരു പ്രായമുള്ളൊരു സ്ത്രീ നടത്തുകയാണ്. ഇത് കഴിയുന്ന ക്രോസിൻ്റെ ചെരുപ്പുകളാണ്. ഇന്ന് മാർക്കറ്റിൽ 4000, 5000 രൂപ വിലയുള്ള സാധനങ്ങളാണ് ഇവർ 800, 1200 രൂപയ്ക്ക് വിൽക്കാൻ വെച്ചേക്കുന്നത്. ഈ ചെരുപ്പിന്, നിങ്ങൾ കാണുന്ന ചെരുപ്പിന് എന്നോട് 1200 രൂപയാണ് പറഞ്ഞത്. ഞാൻ മേടിച്ചില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പക്ക എസ്ക്രോസ് ആണ്. ഇത് കോപ്പിയാണോ ഒറിജിനൽ ആണോ എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഇത് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് ആൾക്കാരാണെന്നറിയാം ഇവിടെ വരുന്നത്. ഇതുപോലെ ഒത്തിരി കടകളുണ്ട്. ഒരു സൈഡ് മൊത്തം ചെരുപ്പും അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമുള്ള കടകളാണ്. പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ഒരു കാണാനൊന്നും ലുക്കൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നിയ സാധനങ്ങൾ. ഇഷ്ടംപോലെ ഷൂസ് 100, 150 രൂപയ്ക്കൊക്കെയാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ വില പേശി മേടിക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചീപ്പ് റേറ്റിൽ സാധനം കിട്ടും. പിന്നെ കണ്ടത് ഒരു ബാഗിൻ്റെ ഒരു കടയാണ്. ഞാനൊരു താക്കോലും മേടിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മുടെ കർട്ടനൊക്കെ പിടിപ്പിക്കുന്ന ഐറ്റംസ്, പല വെറൈറ്റീസ് ഉള്ളത്. ഇതിൻ്റെ ഗുണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം വേണമെങ്കിൽ 1, 2 വേണമെങ്കിൽ 2. സാധാരണ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ സാധനം പാക്കറ്റായിട്ട് നമുക്ക് കിട്ടുമല്ലോ, ലൂസായിട്ട് കിട്ടില്ല.
ഇവിടെ ആ എല്ലാ ഐറ്റം ലൂസായിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു കടയിലുള്ളതിനേക്കാട്ടിലും കൂടുതൽ ഐറ്റംസ് ഉണ്ടാവും ഇവിടെ, പല വെറൈറ്റീസിൽ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 40 രൂപ 50 രൂപ ഒക്കെയാണ്. നമുക്ക് പിന്നെ കൂടുതൽ ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വില വീശി ആ വില കുറച്ച് കിട്ടും. കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് അത്യാവശ്യം പിടിച്ച് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നി കേട്ടോ. പിന്നെ വാഷ്റൂം ഫ്ലഷ്, ഇതിനൊക്കെ 90 രൂപ 100 രൂപയൊക്കെയാണ് വിൽക്കാൻ വെച്ചേക്കുന്നത്. 2-3 എണ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ 50 രൂപ 60 രൂപയ്ക്കൊക്കെ കിട്ടും. ആ സമയത്തൊക്കെ ഭയങ്കര തകൃതിയായിട്ടുള്ള കച്ചവടങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് ഒരാൾ മാറിയതിനു ശേഷം നമുക്ക് അവിടുത്തെ കടയിൽ സാധനം മേടിക്കാൻ പറ്റും. അതുപോലെ ആൾക്കാരാണ്. മിക്സിയുടെ ജാർ എല്ലാ കടയിലും ഉണ്ടെന്നുള്ളതാണ്. ഒരുവിധപ്പെട്ട കടകളിലെല്ലാം മിക്സിയുടെ ജാറ് കാണുന്നുണ്ട്. അതിന് 90 രൂപ 100 രൂപ, ചിലതിനൊക്കെ 40 രൂപ 50 രൂപയൊക്കെയാണ്. പിന്നെ നമുക്ക് വേണ്ട സാധനം നോക്കിയെടുക്കുക. അതിൻ്റെ അപ്പുറത്തെ കടയിൽ ഞാൻ കണ്ടൊരു കാഴ്ചയാണ് മെഷീന്, പിന്നെ പഴയ TV. ഈ മെഷീനൊക്കെ പുള്ളി 900-1000 രൂപയ്ക്കാണ് വിൽക്കാൻ വെച്ചേക്കുന്നത്. എന്നോട് പറഞ്ഞത് കണ്ടീഷനുള്ള സാധനമാണ്, വർക്കിംഗ് ആണ്, ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ കണ്ടു, ഞാനൊരു വീഡിയോ എടുത്തോളാം വെച്ചപ്പോൾ എടുത്തോളാനും പറഞ്ഞു. പുള്ളി എനിക്കതൊക്കെ കാണിച്ചു തരികയാണ്, അതേപ്പറ്റിയൊക്കെ പറഞ്ഞു തരികയാണ്. എല്ലാം കൂട്ടിയിട്ടുള്ളൊരു കച്ചവടമാണ്. അതിനും കൃത്യമായി അടുക്കും ഇതൊന്നുമില്ല, എല്ലാം മിക്സഡാണ്. അതിനകത്തുനിന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ എടുക്കണം. ഇത് കാണുന്നുണ്ട്, പണ്ട് വീടുകളിലൊക്കെ ഉണ്ടായിരുന്നൊരു CD പ്ലെയറാണ്. ഇതൊന്നും ഇന്നും ആൾക്കാർ ഉപയോഗിക്കാറില്ല, പക്ഷെ ഇന്നും ആ മാർക്കറ്റിൽ ഇതൊക്കെ അവൈലബിൾ ആണെന്നുള്ളതാണ്. പല കമ്പനീസിൻ്റെ TV, പിന്നെ പഴയൊരു കീബോർഡ്. ഇതൊരു ബ്ലൂടൂത്ത് ഡിവൈസ് ആണ്. പുള്ളി അത് സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. അവിടെ നമുക്ക് വെച്ചിട്ട് ലൈവ് ഡെമോ ഒക്കെ ഉണ്ട്. നോക്കി TV, വീൽ ചെയർ, പിന്നെ ഹീറ്റർ. ഇതാണ്, അതൊരു കമ്പ്യൂട്ടർ കടയാണ്, ചെറിയൊരു കമ്പ്യൂട്ടർ കട. അതിൽ കമ്പ്യൂട്ടർ ആക്സസറീസ് മാത്രമേ ഉള്ളൂ. ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക്, പിന്നെ CPU, ഫാൻ, ഇതെല്ലാം ഐറ്റംസും. അതും ചീപ്പ് റേറ്റിലാണ്. 1 TB ഹാർഡ് ഡിസ്ക് ഒക്കെ നമുക്ക് കിട്ടുന്നത് 250 രൂപയ്ക്കൊക്കെ കിട്ടും. ഈ 500 GB ലാപ്ടോപ്പിൻ്റെ HDDക്ക് 150 രൂപയായിരുന്നു. അവിടുന്ന് പിന്നെ നേരെ പോയത് വേറൊരു കടയിലോട്ടാണ്. മിക്സി മാത്രം വിൽക്കുന്ന ഒരു കടയാണ്. ഇതിന് 1200 രൂപയാണ് പുള്ളി എന്നോട് വില പറഞ്ഞത്. പക്ഷേങ്കിൽ ആൾക്കാരൊക്കെ 600-700 രൂപയ്ക്കൊക്കെ മേടിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം യൂസ്ഡ് ആയിട്ടുള്ള കുക്കറുകളും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിനൊക്കെ 150 രൂപ 200 രൂപ 300 രൂപ 350 രൂപയൊക്കെയാണ്. ആവശ്യമുള്ളവർ ഒത്തിരി പേര് ഇത് മേടിക്കുന്നുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ ഒരു തേപ്പൂട്ടി മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. 400 രൂപയാണെന്ന് പറഞ്ഞത്. പക്ഷേ പുള്ളിക്ക് 400 രൂപയ്ക്ക് പോലെ അതിന് വില കുറച്ച് കിട്ടണം. അതുകൊണ്ട് പുള്ളി അവിടെ നിന്ന് വില പേ ചെയ്യാണ്. നോക്കിയേ, എല്ലാം കണ്ടീഷനായിട്ടുള്ള ഐറ്റംസാണ്. നല്ല സാധനങ്ങളൊക്കെ അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വർക്കിംഗ് ആണ്. അവിടെ വെച്ച് തന്നെ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവരൊക്കെ സ്ഥിരം വരുന്നവരാണ് ഈ കച്ചവടത്തിന്. പിന്നെ കണ്ടതാണ് ഇങ്ങനെയുള്ള പഴയ വിഗ്രഹങ്ങളൊക്കെ വിൽക്കുന്നൊരു കട. അതും അതിൻ്റെ അടുത്ത് തന്നെയാണ്. പിച്ചളയും പഞ്ചലോഹവും ഒക്കെ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഇതുണ്ട് ഒരു മണി. ഞാൻ ചോദിച്ചപ്പം ഇതിന് 450 രൂപ എന്നാണെന്ന് പറഞ്ഞത്. പക്ഷേ നമുക്ക് വില പേശി മേടിക്കാം, വീടുകളിലൊക്കെ ഉപയോഗിക്കാം, അലങ്കരിക്കാൻ, അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പറ്റുന്ന സാധനം. ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിന് മിന്നി തിളങ്ങുന്നതാണ് പുള്ളി പറഞ്ഞത്. പിന്നെ ഇവിടെ പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഒരു കളറില്ലാത്തത്. പിന്നെ ഒരു കടയിലോട്ട് ചെന്നത് അവിടെ ഒരു മോണിറ്റർ ഇരിക്കുന്നത് കണ്ട്, പിന്നെ ഒരു CPU ഇരിക്കുന്നത് കണ്ട്, ഒരു മദർ ബോർഡ് പൊളിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, ഈ പുള്ളിക്ക് അറിയത്തില്ല എന്തോ പുള്ളി വിൽക്കാനോടെ വെച്ചേക്കുന്നത്. എന്നോട് പറഞ്ഞിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നോക്കി എടുക്കാൻ പറഞ്ഞു. പുള്ളി ഒരു വില അങ്ങ് പറയും, കണ്ണം പൊട്ടി. ഓക്കെ, പഴയ കാസറ്റ്, ഇതൊക്കെ ആരാ ഇപ്പോൾ ഉപയോഗിക്കുന്നത്? ഹിന്ദി പാട്ടാണ്. എന്നാൽ ഇതെല്ലാം ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു കടയിൽ. നോക്കി എന്തെന്തൊക്കെ ഐറ്റംസ് ആണ് ഇരിക്കുന്നതെന്ന്. ബ്രാൻഡഡ് ആയിട്ടുള്ള പുതിയ ഹെഡ്സെറ്റ്സ് ഉണ്ടാവും, ഹെഡ്ഫോൺ ഉണ്ടാവും, മൈക്ക് നമ്മൾ കണ്ടു. നോക്കിയേ എന്തൊക്കെ ഐറ്റംസ് അവിടെ ഇരിക്കുന്നതെന്ന്. CCTV, പഴയ ഡിജിറ്റൽ ക്യാമറകൾ, പിന്നെ പണ്ട് ഫിലിം വെച്ച് ഉപയോഗിക്കുന്ന നമ്മൾ ക്യാമറകൾ, ഹെഡ്ഫോണ്. കച്ചവടം തകൃതിയാണ്. എത്രയോ ആൾക്കാർ വന്ന സാധനം മേടിച്ചുകൊണ്ട് പോകുന്നതെന്നറിയാം ഇവിടുന്ന്. അഡാപ്റ്ററുകൾ, ചാർജറുകൾ. ഇതുണ്ട്, ഇതൊരു ക്യാമറ. പണ്ട് ഫിലിമൊക്കെ ഉപയോഗിച്ച് വരുന്ന കൊഡാക്കിൻ്റെ ക്യാമറകളാണ്, ആൻറ്റിക് പീസ് പോലത്തെ. ഇതൊക്കെ ആരാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ വെറൈറ്റി ഐറ്റംസ് ഞാൻ ആ കടയിൽ കണ്ടായിരുന്നു. പുള്ളിക്ക് വലിയ ധാരണയൊന്നുമില്ല. കുറച്ച് പൈസ നമുക്ക് പറയും നമ്മളോട്, നമ്മൾ അത് വില പേശി വേണമെങ്കിൽ മേടിക്കുക. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു കട കണ്ടത്, അത് ഡിജിറ്റൽ വേൾഡാണ്, ഒരു പാരലൽ ഡിജിറ്റൽ വേൾഡാണ്. എന്തൊക്കെ ഐറ്റംസ് ഇരിക്കുന്നത് അറിയോ? ആപ്പിളുണ്ട്, സാംസങ്ങിൻ്റെ ഉണ്ട്. ഇത് കാണുന്നില്ല, ആപ്പിളിൻ്റെ ഒരു പവർ ബാങ്കാണ്. ഇതിനൊക്കെ 4000-5000 രൂപ വിലയുള്ള സാധനങ്ങളാണ്. 400-450 രൂപ. ഇത് ആപ്പിളിൻ്റെ ഒരു ഐപാഡാണ്. 45,000 രൂപ വിലയുള്ള സാധനമാണ് 1500 രൂപയ്ക്കൊക്കെ കൊടുക്കാൻ വെച്ചേക്കുന്നത്. ചിലവർ മേടിക്കുന്നു, ചിലവർ ജസ്റ്റ് കണ്ടിട്ട് പോകുന്നു. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, ആപ്പിളിൻ്റെ ഒക്കെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇത് എന്താ ഇതിൻ്റെ അവസ്ഥ, മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണെന്ന്. ഐപോഡാണ്, ചിലതിനകത്ത് ഉണ്ടാവും, ചിലതിനകത്ത് ഉണ്ടാവത്തില്ല.
അപ്പോൾ നമ്മൾ നോക്കുക, എടുക്കുക, ടെസ്റ്റ് ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക. പിന്നെ ഈ പ്രോഡക്റ്റ് ഒന്നും വാങ്ങാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, ഇതൊക്കെ സ്വന്തം റിസ്ക്കാണ്. പിന്നെ കണ്ട ഒരു കാഴ്ചകളാണ് പഴയ സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്ന സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആണ് ഇതെല്ലാം. ഇത് ഡ്രില്ലിംഗ് മെഷീനാണ്. ഒക്കെ 1200 രൂപ 1300 രൂപയ്ക്കാണ് അവർ പറഞ്ഞത്. പിന്നെ വില പേശി കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റും. അതിന് വേണ്ട ബിറ്റ് എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് എന്തുമാത്രം വെറൈറ്റി ഐറ്റംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ടൈല് പണിക്കാർക്ക് വേണ്ടവർ കട്ട് ചെയ്യാനുള്ള പ്ലെയർ, പല സാധനങ്ങൾ, ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഒരു പാത്രം ഇരിക്കുന്നുണ്ട് കടയിൽ. ഇതിന് 1000-1200 രൂപയ്ക്കാണ് നമ്മൾ തട്ടുകളിലൊക്കെ ചിക്കനൊക്കെ വറക്കാൻ ഉപയോഗിക്കുന്നില്ല. ഇതൊരു പശു വിൽക്കാൻ വെച്ചേക്കുന്ന ആളൊന്നും അറിയത്തില്ല, എപ്പോൾ ചെന്നാലും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ കണ്ടത് ഒരു ജിമ്മിലെ എക്യുപ്മെൻറ്റ്സ് ആണ്, വെയിറ്റ് എടുക്കുന്നവർക്കൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. ഇതും നല്ല സാധനങ്ങളാണ്, എല്ലാം കവർ ചെയ്ത് പാക്ക് ചെയ്ത് പുതിയ സാധനങ്ങളാണ് സെയിൽ ചെയ്യാൻ വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ നോക്കി എടുക്കുക. ഇതാളൊക്കെ ഞാൻ 2-3 പ്രാവശ്യം വന്നപ്പോഴൊക്കെ ഇവരെ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാ ആഴ്ചയിലും ഇവിടെ ഉള്ളവരാണ്, കച്ചവടത്തിന് വരുന്നവരാണ് ഈ കച്ചവടക്കാർ. പിന്നെ ഇഷ്ടംപോലെ പാത്രക്കടകൾ നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അപ്പം ഈ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്നു. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി മേടിക്കാൻ. വില പേശി കഴിഞ്ഞാൽ ഈ സാധനം വില കുറച്ചിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസിൽ കിട്ടും. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് ചോർ ബസാറിൽ ഞാൻ കണ്ടത്. പിന്നെ കണ്ടതുകൊണ്ട് മെട്രോ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടതാണ് ഒരു ആപ്പിളിൻ്റെ എയർപോഡ്. 1200 രൂപയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇതെല്ലാം കോപ്പി ഐറ്റംസ് ആണ്. അതൊന്നും മേടിച്ച് നമ്മൾ പണി മേടിക്കരുത്. അവരുടെ കയ്യിൽ ബ്രാൻഡഡ് വാച്ചുകളൊക്കെ ഉണ്ട്, എല്ലാം കോപ്പി ഐറ്റംസ് ആണ്. ഈ നാടോടിസികളുടെ കയ്യിൽ നിന്ന് കണ്ട സാധനങ്ങളാണ്. ഇതെല്ലാം മേടിച്ച് ഒരാഴ്ചക്കുള്ളിൽ പോകുമായിരിക്കും. പക്ഷെ അത് മേടിക്കാൻ തിരക്കുന്നുണ്ടോ കടയിൽ. ആപ്പിളിൻ്റെ ആണെന്ന് പറയുമ്പോൾ ആൾക്കാർ അങ്ങ് ചാടി വീഴും. പക്ഷേ ശരിക്കും ഇതെല്ലാം കോപ്പി അല്ലെങ്കിൽ അങ്ങനെയുള്ള ജസ്റ്റ് സ്റ്റിക്കർ അടിച്ച പ്രോഡക്റ്റുകളായിരുന്നു. ഇതൊക്കെയാണ് ചോർ ബസാറിൽ കാഴ്ചകൾ. 10 മിനിറ്റ് വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചില്ല. രാവിലെ തുടങ്ങുന്ന കച്ചവടം വൈകിട്ട് 8 മണി വരെയോളം ഉണ്ടാവും. മെട്രോ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് കണക്ടിവിറ്റി എളുപ്പമാണ്, മജസ്റ്റിക്കിൽ നിന്ന് ഇങ്ങോട്ട് എത്താനും തിരിച്ച് പോകാനും ഒക്കെ ആയിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.